ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് ബെരേഷ്. ഞാൻ ബെരേഷ്. മലയാളത്തിൻ്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ്. ബറോസ് എന്ന് പറയുന്ന സിനിമ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്ന നിലയ്ക്കാണ് ഈയിടെയായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. 3D ആണ്, ലൈവ് ആക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികളും കുട്ടികളെ കൊണ്ടുവരുന്ന കുടുംബങ്ങളും. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര അസഹനീയമായിരുന്നു. ഉറപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 35 മിനിറ്റുള്ളൊരു സിനിമ കണ്ടു തീർക്കാൻ പെട്ട പാട്. അതായത് സിനിമ ആരംഭിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇത് എന്തുവായി കാണിക്കുന്നത് എന്നുള്ളൊരവസ്ഥ. ഇത് ലാലേട്ടൻ മേക്ക് ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെ മൊത്തത്തിലൊരു ഒരു തനി നാടക സെറ്റപ്പ്. ഇതിൻ്റെ സ്റ്റേജിങ്, ഇതിലേക്ക് ഇതിൻ്റെ കഥാപാത്രങ്ങളുടെ എൻട്രി, എക്സിറ്റ്, മൊത്തത്തിൽ ഡയലോഗ് ഡെലിവറി, ഒന്ന് തുമ്മുന്നത് പോലും, നോക്കുന്നത്, പിന്നെ വളരെ അമേച്ചറിഷ് ആയിട്ടുള്ള പെർഫോമൻസസ്. ലാലേട്ടൻ ഒഴികെ, പിന്നെ നമ്മുടെ മിന്നൽ ഷിബു ഒഴികെ ബാക്കി എല്ലാവരും തന്നെ. പിന്നെ ഡബ്ബിംഗ് ഒക്കെ ശ്വേതാമേനൊക്കെ, മലയാളം വരെയൊക്കെ അറിയാത്ത ശ്വേതാമേനൊക്കെ മലയാളത്തിൽ ഡബ്ബ് ചെയ്തേക്കുന്നത്. പിന്നെ കുറേ ഫോറിനായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ. അങ്ങനെ എല്ലാം കൂടെ 3Dയിൽ അത്യാവശ്യം നല്ല രീതിക്ക് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സന്തോഷ് ശിവനാണ് DOP. പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ TK രാജീവ് കുമാർ എന്തിന് എന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ അതോടൊപ്പം പിന്നെ കുറേ ഈ ആർട്ടൊക്കെ ചെയ്തിരിക്കുന്ന സന്തോഷ് രാമൻ മുതലായ ആളുകൾ, അവരൊക്കെ അത്യാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ എന്ന നിലയ്ക്ക്, അതിനിപ്പോൾ കുട്ടികളെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയവരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഏലിയൻസിനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി ഇത് അസഹനീയം പല സ്ഥലത്തും ടോർച്ചറിങ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഭയങ്കര വെറുപ്പിക്കൽ. സിനിമ ആരംഭിക്കുന്നത് കുറേ 1600 കണ്ട് 400 വർഷം മുമ്പ് ഡിഗാമോ തമ്പുരാൻ്റെ ബരേഷ്, ഡിഗാമോ തമ്പുരാൻ്റെ കാവലാൾ, ഭൂതം നിധികൾ കാക്കും പോലെ ഡിഗാ തമ്പുരാൻ്റെ ഇത് ഇങ്ങനെ നിധി കാക്കുന്ന, സ്വർണം, മറ്റേ രത്നം, ഇതൊക്കെ കാക്കുന്ന ഒരു ആളാണ് ബരേഷ്. അങ്ങനെ അവിടെ നിന്ന് കഥ തുടങ്ങി. പിന്നെ ഒരു അതിലും വെറുപ്പിക്കലായിട്ടുള്ള സാധനം വുഡോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ജീവി, അതിനെ ചെയ്തെടുത്തൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മാതിരി ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഡബ്ബിങ്ങും. അങ്ങനെ ഈ വുഡോ എന്ന് പറഞ്ഞ സാധനം എന്തൊരു വെറുപ്പിക്കില്ല. നടേശ കൊല്ലണ്ട എന്നൊക്കെ പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഇയാളെടുത്ത്, ബരേഷിൻ്റെ അടുത്ത്. അങ്ങനെ ഈ വൂഡോയും ബരേഷും തമ്മിലുള്ള കുറേ ഇൻട്രാക്ഷൻസ് തുടക്കത്തിൽ. പിന്നെ ഫൈറ്റൊക്കെ ഏതോ തായ്ലാൻഡിൽ നിന്നോ ഏതോ ആളെ കൊണ്ടുവന്ന് ഫൈറ്റ് ടേപ്പിച്ചൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെ ചെയ്തതാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പറയുന്നത്. പിന്നെ ഇതിൽ മറ്റേ ഫൈറ്റിൻ്റെ ആവശ്യമില്ല, 3D ആണ്, പരിപാടിയാണ്. പക്ഷെ എന്നിരുന്നാലും യാതൊരു ഇമ്പാക്റ്റും ഇല്ല. ഈ സിനിമ ഉടനീളം ഒരു ചത്തവൻ DCG പോലെ ഇങ്ങനെ കിടക്കും. ഒരു മൊമെൻറ്റോ ഇല്ല, ഒരു ഹൈ ഇല്ല, ഒരു തരത്തിൽ. അതായത് ജോൺറയുടെ നീതി പുലർത്തണ്ടേ. ഇപ്പോൾ കുട്ടികളെ സിനിമ പറഞ്ഞിട്ട് ഇത് കുട്ടികളെ മാത്രം എങ്ങനെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുമോ? കുട്ടികളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇത് കൂടെ ഇരിക്കുന്ന ആളുകൾക്കും സഹിച്ചിരിക്കാൻ പറ്റണ്ടേ? ഒരു തരത്തിൽ എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും വർക്കായിട്ടില്ല. എന്തൊക്കെയോ എഫേർട്സ് എടുത്തിട്ടുണ്ട്, ശരിയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാ ആഗ്രഹമാണല്ലോ. ഇദ്ദേഹത്തിന് മാജിക് കാണിക്കണം, പാട്ട് പാടണം, പിന്നെ ലൈവ് കോൺസേർട്ട് നടത്തണം, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ആഗ്രഹമാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എല്ലാ ആളുകളും ഒരു ജന്മയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. പക്ഷെ അദ്ദേഹത്തിന് വൃത്തിക്കറിയുന്ന പണിയായിട്ടുള്ള അഭിനയത്തിനപ്പുറത്തേക്ക് ഇദ്ദേഹം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിയായിട്ട്, കംപ്ലീറ്റ് ആക്ടറാണ്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണതയിൽ എത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതും എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നില്ല. ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ അത് ഭയങ്കര ഉറപ്പിക്കലായി പോയി. ലിഡിയൻ നാദസ്വരം എന്ന് പറയുന്ന ഒരു പയ്യനാണ് അദ്ദേഹമാണ് ഇതിൻ്റെ സോങ്സ് ചെയ്തിരിക്കുന്നത്. സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലാലേട്ടൻ പാടിയൊരു സോങ്ങൊക്കെ ഉണ്ട്. പിന്നെ മന്നമ്മീ എന്നെല്ലാം പറഞ്ഞൊരു സോങ് ഉണ്ട്. ഇതെന്തുവാ ഇത്? മന്നമ്മീ ഇത് മാനവൻ പോയി മര്യാദൻ പോയി പറഞ്ഞ അവസ്ഥയായി. കുറേ സോങ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇസബെല്ല എന്നെല്ലാം പറഞ്ഞ സോങ്. പിന്നെ ലാലേട്ടൻ പാടിയ സോങ് നിങ്ങൾ കേട്ട് കാണും, ഇത് തന്നെ. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ സോങ്. ഇദ്ദേഹം 2 കൈ കൊണ്ട് ഒരേ സമയം പിയാനോ വായിക്കുന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പടത്തിലേക്ക് വന്ന സമയത്ത് ഒന്നാമത് ലാലേട്ടനെ കൊണ്ട് പാടിപ്പിച്ചത് ഇത് ആരെങ്കിലും സ്ക്രൂ കാറ്റ് വിടുന്നു ഉറപ്പാണ്. ലാലേട്ടാ പഠിക്കുക എന്ന് പറഞ്ഞ് പാടിപ്പിച്ചതായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഹിന്ദി സോങ് ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ലാലേട്ടൻ്റെ പാടിന് പകരം പാടിയത്.
അപ്പോൾ ഇങ്ങനെ കുറേ കുളമാക്കി വെച്ചിട്ടുള്ള, അതായത് എല്ലാത്തിനും കാര്യം ഇടപെട്ട് കുളമാക്കുന്ന പറയില്ല, അങ്ങനെ എല്ലാം പാടുക ഇതെല്ലാം ചെയ്തിട്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിലിരുന്ന് കാണണ്ടേ, ഇത് സ്വന്തം ആഗ്രഹ സാക്ഷാത്കാരത്തിന് ചെയ്തോ, പക്ഷേ ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് കൂടെയുള്ള ഒരു വസ്തുതയല്ലേ. അങ്ങനെയുള്ള പരിപാടി. പിന്നെ മാർക്ക് കിലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റിൽ USA എന്നൊക്കെ കിട്ടുന്നത്, USA എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ, അതുകൊണ്ട് ഈ കൊളോണിയൽ ഹാങ് ഓവർ കൊണ്ട് ഇടുന്നത് അതൊക്കെ. അപ്പോൾ USA എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ പരിപാടി പിടിച്ചിരിക്കുന്നത്, ഈ ഇസബെല്ല പരിപാടിയൊക്കെ ആയതുകൊണ്ട് ആ ഒരു സിൻഡ്രല്ല പരിപാടിയെ പിടിച്ചിരിക്കുന്നത്. പിന്നെ VFXൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കടമറ്റത്ത് കത്തനാർ ലെവലാണ്. ആ ഏരിയയിലേക്ക് അധികം പോകാതിരിക്കുന്നതായിരിക്കും നല്ല. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നൊക്കെ ഉണ്ട്, വെള്ളത്തിൻ്റെ അടിയിലുള്ളതുകൊണ്ട് അതൊക്കെ എനിക്ക് തീരെ ഒരു വോക്കായതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സൗണ്ടിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സൗണ്ട് ഒന്നാമത് ഡബ്ബിങ് പ്രശ്നം, പിന്നെ സ്കോർ ഇതിലും കൂടെ വന്ന് സൗണ്ട് മൊത്തത്തിൽ ഒരുമാതിരി ഒരു അലക്കുലത്ത് പരിപാടിയായിട്ടാണ് സൗണ്ടും ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഗ്രന്ഥം കലവറ എന്നൊക്കെ പറഞ്ഞ തുടക്കത്തിൽ പിന്നെ എൻ്റെ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ സ്ഥിരം ഡയലോഗ് ഡെലിവറി പരിപാടികളൊക്കെയാണ്. അദ്ദേഹം അതില്ല കേട്ടോ, ബാക്കിയെല്ലാം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ തെരേസ കൊച്ചമ്മയുടെ അച്ചാർ ഭരണി, പിന്നെ മറ്റേ വിഡ്ഢോൻ്റെ പരിപാടി, ഇതൊക്കെ അങ്ങനെ കുറച്ച് കാണിച്ച് പിന്നെ നേരെ പ്രസൻറ്റ് ഡേയിലേക്ക് വരുവാണ്. പ്രസൻറ്റ് ഡേ ഗോവ. അവിടെ നമ്മുടെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ വന്ന് അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം കോട്ടക്കെട്ട്, ഇത് നമ്മുടെ പണിയാണ്, പുള്ളി മറ്റേ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്തോ കൊണ്ടാണ്, SPG കൊണ്ടാണ് കോട്ടക്കെട്ട് കുറേ പേര് സംസാരിക്കും ഹിന്ദിയിലൊക്കെ, ജഗ എന്നൊക്കെ പറയുന്നുണ്ട്, മറ്റേ ജഗനല്ല ജഗ. പിന്നെ അതുകൂടാതെ സമീർ ഹംസ. ഇങ്ങനെയാണ് സിനിമ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഈ ഈസ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കൂടെ ഒരു ആഫ്രിക്കൻ വംശജനായ പയ്യനുണ്ട്, പിന്നെ ഒരു ആഫ്രിക്കൻ അമ്മായിയുടെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് ഏതോ ലേബർ ക്യാമ്പ് പോലത്തെ സ്ഥലം കാണിക്കുന്നുണ്ട്. പിന്നെ മെൻഡിഗോ റിവാൾഡോ റൊണാൾഡിനിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയും. എന്നിട്ട് പിന്നെ ഇസബെല്ല ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സോങ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് മോങ്ങല, വെറുതെ ഇങ്ങനെ യാതൊരു ഇമോഷണൽ കണക്ഷനും ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലും പിടിച്ചിലും. ഇതെന്തൊരു ഫ്ലാറ്റാണെന്ന് അറിയാം, ഇത്രയും ഫ്ലാറ്റായിട്ട് എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യുന്നത്? സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും നോക്കിയുണ്ട്, ഇത് എടുത്ത് വെച്ചത് ഓക്കെ സമ്മതിച്ച്, ഇങ്ങനൊരു സംഭവം ഒരു 3Dയിൽ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അതായത് പറയാം, ചത്തവൻ DCG പോലെ ഫ്ലാറ്റ്, ഹല്ലബെല്ലു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറേ സോങ്സ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പോസ് അടിക്കുക മീൻസ് ഇൻ്റർവെല്ലാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ പോയി പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ കടലിലെ സീക്വൻസൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കടലിനടിയിൽ നാടകം, ഇങ്ങനെ മൊത്തത്തിലൊരു സ്കൂൾ നാടക ലെവലിലാണ് മൊത്തം സിനിമ എടുത്തത്. ഒരു സിനിമ 3D എന്നൊക്കെ പറഞ്ഞിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്രിയേറ്റീവായിട്ടോ ഇമോഷണലായിട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഈ സിനിമയ്ക്ക്. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പോവുക, ഇനി കുട്ടികളെ കിട്ടാത്ത ആളുകൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് പോവുക. പിന്നെ ഇദ്ദേഹത്തിന് തമ്പുരാൻ എന്തോ കുറച്ച് 1.5 ലിറ്റർ എന്തോ പാലടപ്രഥമനം കുടിക്കാൻ കൊണ്ടു, അതുകൊണ്ട് കൊടുത്തിട്ട് തമ്പുരാനെ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ ഇമോഷണൽ സീക്വൻസും അതൊക്കെ. പിന്നെ ഈ കൊച്ചുമായിട്ടുള്ള ഇസബെല്ല ആയിട്ടുള്ള അവർ തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള പരിപാടി അതൊന്നും തീരെ വെക്കുക വന്നില്ല. അത് കഴിഞ്ഞിട്ട് അച്ഛനും മകളും അച്ഛനും തമ്മിലുള്ള ഇമോഷണൽ സീക്വൻസ് അതൊക്കെ തീരുന്നില്ല. 2 മണിക്കൂർ 35 മിനിറ്റ് അവസാനമൊക്കെ ആയപ്പോൾ തീർന്നുണ്ടെങ്കിൽ പോകായിരുന്നുള്ള അവസ്ഥയായിട്ട് അതുപോലെ വെറുപ്പിച്ചു വന്നു സീരിയസ്ലി അസഹനി. പിന്നെ ഏട്ടൻ്റെ ചില മറ്റേ ഓസ്കാർ അവാർഡിന് കൊടുക്കുന്ന പ്രതിമ, അതുമായിട്ടുള്ള ചില ഫൈറ്റ്. പിന്നെ ദുർഭൂതങ്ങളെ നശിപ്പിക്കാനുള്ള വിഭൂതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചില പരിപാടികൾ. പിന്നെ നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ അമ്മായി ഏതോ ഒരു 8 കല്ലിനെ പിടിച്ച് PS സോപ്പിൻ്റെ അകത്തിട്ട് വെക്കും, അങ്ങനെ എന്തൊക്കെയോ കാണിക്കുമോ. ആസ് എ ഹോൾ ലാലേട്ടൻ്റെ ആദ്യ സിനിമ സംവിധാന സംരംഭം എന്ന നിലയ്ക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പോയി കണ്ട്, ആ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള പ്രതീക്ഷയെ അങ്ങനെ തന്നെ കാത്ത് സംരക്ഷിച്ചിട്ടുള്ള ഒരു സിനിമ. അതാണ് ഞാൻ ബരോഷ് ഫോർ മീ. പിന്നെ കുറേ പേര് ഇപ്പം മറ്റേ മലയക്കോട്ട് ഇറങ്ങിയ സമയത്ത് മുത്തശ്ശി കഥ പറഞ്ഞപ്പം ഇത് പഴങ്കഥയാണ്, മറ്റേ ആഫ്രിക്കൻ മറ്റേ ഫോക്ടെയിലാണ്, ഇതങ്ങനെയാണ്, ഇത് കുട്ടികളുടേതാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും പേഴ്സണലി അൺബെയറബിൾ ഒരു തരത്തിലും ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല തീർന്നിട്ട്. ഞാൻ ബരാഷ്.